ഹായ് ഫ്രണ്ട്സ്, ഹബീച്വൽ ആക്ഷൻസ് അതല്ലെങ്കിൽ ഡെയിലി റുട്ടീൻസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇന്ന്. ആക്ച്വലി വി ഡു എ ലോട്ട് ഓഫ് തിങ്സ് എ ഡേ. നമ്മൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് എക്സാംപ്ലിഫൈ ചെയ്തു നോക്കാം. എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്നവരായിരിക്കും. എങ്ങനെയാണ് നമ്മളത് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഐ വേക്ക് അപ്പ് അറ്റ് 5 o'clock ഇൻ ദ മോർണിംഗ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ 5 മണിക്ക് ഉണരുന്നു. ഉണർന്ന ഉടനെ നമ്മൾ എഴുന്നേറ്റ് ഓടാറില്ല. കുറച്ച് സമയം ബെഡിൽ തന്നെ ഉണ്ടാവും, അല്ലേ? സോ after a few minutes, I get out of bed and go to bathroom. I attend the call of nature. Can you understand what is I attend the call of nature? നമ്മൾ പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലേ? പാസ് യൂറിൻ ആൻഡ് പാസ് മോഷൻ. I attend the call of nature. I brush my teeth. അതല്ലേ ചെയ്യാറുള്ളത്? എല്ലാവരും ബ്രഷ് ചെയ്യാറുണ്ടല്ലോ, അല്ലേ? I brush my teeth. I wash my face. I wash my face. I rinse my mouth. മുഖം കഴുകാറുണ്ട്, വായ കഴുകാറുണ്ട്. സോ മുഖം കഴുകുന്നതിന് നമ്മളെന്ത് പറയുന്നു? വാഷ്. ദെൻ റിൻസ് മൈ മൗത്ത്. I wipe my face with a bath towel. Then I go to bedroom and change my dress and wear a fresh one. രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നമ്മൾ ധരിച്ചിരുന്ന വസ്ത്രമൊക്കെ മാറ്റി ഐ വെയർ എ ഫ്രഷ് വൺ. മറ്റൊരു വസ്ത്രമെടുത്ത് അണിയും. ദെൻ ഐ ഗോ ടു കിച്ചൺ ആൻഡ് ഹാവ് എ കപ്പ് ഓഫ് വാട്ടർ. ദെൻ ഐ ഗോ ടു പ്രെയർ റൂം ആൻഡ് ഡു മൈ പ്രെയർ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളെല്ലാവരും ഓരോ ദിവസവും മോർണിംഗിൽ തന്നെ ചെയ്യുന്നത്. ആഫ്റ്റർ പ്രെയർ I take newspaper and read the headlines. ന്യൂസ്പേപ്പറിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിക്കാൻ നമുക്ക് സമയം കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? Take the newspaper and read the headlines. Then I go to drawing room. I switch on television. I watch morning news in BBC, CNN and Al Jazeera. After that, I go to the playground. Then എന്ന് തന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ നമുക്ക് മറ്റൊരു വേർഡ് നമ്മൾ ഉപയോഗിക്കുന്നു. After that. After that, I go to playground for morning walk. And I do some physical exercises. I come back home and have a cup of carrot juice. കുടിക്കാറുണ്ടോ? നല്ലതാണ്, അല്ലേ? എല്ലാ മോർണിംഗിലും ഒരു കപ്പ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത്. സോ നമ്മുടെ മോർണിംഗ് വാക്കിന് ശേഷം ഫിസിക്കലി ഫിറ്റായി എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം നമ്മൾ വന്ന് ഒരു കപ്പ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നു. ദെൻ ഐ ഗോ ടു ബാത്റൂം ആൻഡ് ഹാവ് ബാത്ത്. ടേക്ക് ബാത്ത്, ഹാവ് ബാത്ത്, ഡു ബാത്ത്, ഹാവ് എ ഷോവർ എന്നൊക്കെ കുളിക്കുന്നതിന് പറയാം. സോ ഐ ഗോ ടു ബാത്റൂം ആൻഡ് ഹാവ് ബാത്ത്. ഇനി നമുക്ക് വസ്ത്രം ധരിക്കണം, അല്ലേ? വൃത്തിയായി വസ്ത്രം ധരിക്കണം നമുക്ക്. ഐ ടേക്ക് മൈ ഡ്രസ് ആൻഡ് അയൺ ഇറ്റ്. ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ്. ഐ ഗോ ടു ഡൈനിങ് ടേബിൾ ആൻഡ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് മൈ പാരൻസ്. എന്തൊക്കെയാണ് കഴിക്കാറുള്ളത്? പത്തിരി ഉണ്ടാവും, പുട്ടുണ്ടാവും, ദോശയുണ്ടാവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. യൂഷ്വലി ഐ ഹാവ് പത്തിരി, ദോശ ആൻഡ് പുട്ടു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനി നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, വേണ്ടേ? ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ അയൺ ചെയ്തു വെച്ച ഡ്രസ്സ് ധരിക്കുകയാണ്. എങ്ങനെ പറയാം? യെസ്, ഐ ചേഞ്ച് മൈ ഡ്രസ് ആൻഡ് ഐ വെയർ ഫ്രഷ് ironed uniform dress. I attend the online class. ഓൺലൈൻ ക്ലാസ്സിലെത്തുമ്പോൾ
നമ്മൾ സാധാരണ ക്ലാസ് റൂമിലല്ലെങ്കിൽ പോലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവിടെ, അല്ലേ? സോ നമ്മളവരെ വിഷ് ചെയ്യും, അവരെ മീറ്റ് ചെയ്യും, അവരുടെ കൂടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യും. ഐ അറ്റൻഡ് ദി ഓൺലൈൻ ക്ലാസ്. ഐ മീറ്റ് മൈ ടീച്ചേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് ഐ വിഷ് ദം. ഓക്കെ. I ask my doubt to teachers and answer their questions. I ask my doubts to teachers and answer their questions. After the class തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും സമയമായിട്ടുണ്ടാവും. So, after the class, I have lunch. I have lunch. I eat lunch. I eat food. Okay. In the evening, I go to playground and play football with my friends. Afterwards, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ then, after that, അതിൻ്റെ മറ്റൊരു പ്രയോഗം afterwards, അതിനുശേഷം I return home and take bath. I return home and take bath. I return home and take bath. I read my books. I do my homeworks. I do my homeworks. I watch television for half an hour. I watch television for half an hour. Then I write my diary. Then I write my diary. I go to bed. I go to bed. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓരോ ദിവസവും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്? യൂഷ്വലി നമ്മൾ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ ഈസിയാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇത്തരത്തിൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ ഡിഫറൻ്റ് ആയിരിക്കും. ഡിഫറൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, ഡെയിലി റുട്ടീൻസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഏതാണ്ടൊക്കെ ഒരുപോലെയാണെങ്കിൽ പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും നമ്മൾ. സോ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഇംഗ്ലീഷിൽ പറയാൻ പരിശീലിക്കുകയാണ് നമ്മൾ. Try your best to convert it into English. How to tell it in English, our daily routines. I do a lot of things a day. Okay? എല്ലാവരും ഇതുപോലെ പറഞ്ഞ് പരിശീലിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ. ടേക്ക് കെയർ.